വാളക്കാട്ടി ബഹളം ബഹളം. എവിടെ പോകും? എവിടെ അപ്പുറം മഞ്ഞക്കൂരി ഉടക്കി കിടക്കുന്നുണ്ട്. അത് പിടിച്ചു വെച്ച് കൊടുക്കുക. കാലേ നമുക്ക് പിടിച്ചേ ഊരിക്കോട്ടെ. നമുക്ക് പ്രസ് ചെയ്ത് പിടിക്ക്. അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് പിടിക്കൂ. അതേ ഉള്ളൂ ഒറ്റ കാര്യം അറിയാവോ. ഒടിഞ്ഞില്ല. ഞാൻ വളർത്താൻ വേണ്ടി വെച്ചിരുന്നേ ടാങ്കിൽ. അവിടെ ചെല്ലുമ്പോ ഹലോ, ഹായ്, നിങ്ങൾ എവിടെയാ? ഹായ് ഫ്രണ്ട്സ്, അപ്പോപ്പയാണ്. അപ്പോൾ നമ്മളിന്ന് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തോട്ടപ്പള്ളി റൂട്ടാണ് നമ്മൾ കയറാൻ പോകണം. അപ്പം തോട്ടപ്പള്ളി റൂട്ട് ഒരു 2 പാങ്ങ് കിടപ്പുണ്ടായിരുന്നു. രണ്ട് ഭാഗം നമ്മൾ 2 വലയായിട്ട് നോക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആ 2 ചേർന്നല്ലേ അടിക്കാൻ പോകണം. ഞങ്ങൾ 2 ചെറിയ ചവറുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഇന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പറ്റുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വള്ളം സ്റ്റാർട്ടില്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. നമ്മൾ തോട്ടപ്പള്ളി റൂട്ട് കയറുക കേട്ടോ. തോട്ടപ്പള്ളി റൂട്ട് അത് തകഴിക്ക് പോകുന്ന സ്ഥലം. ഇത് ഡോക്കാണ്. നമ്മളെ വള്ളമൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ കയറ്റി റെഡിയാക്കുന്ന സ്ഥലമാണ് കേട്ടോ. തോട്ടപ്പള്ളി ഭാഗത്തു നിന്നാണ് ഓര് വെള്ളം, അതായത് ഉപ്പ് കലർന്ന വെള്ളം വരുന്നത് ഇതാണ് കേട്ടോ. ഉപ്പ് കലർന്ന ഉപ്പ്, നല്ല ഉപ്പുമയം ഉണ്ട് ഇപ്പം. അത് ഈ ആറ് വഴി ഇറങ്ങി നമ്മുടെ ആറ്റി വരുന്നത്. അപ്പുറം തകഴി റൂട്ടിലൊന്നും ഉപ്പ് ആയിട്ടില്ല, പക്ഷെ നമ്മളവിടെയൊക്കെ നല്ലതുപോലെ ഉപ്പായി. കുട്ടനാട് ഏരിയകളിൽ ഉപ്പ് ഈ ഓര് വെള്ളം വന്ന ഓരെന്ന് പറയും. ഈ ഓര് വെള്ളം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം കൃഷിയുള്ള പാടങ്ങളുണ്ട്, അവിടുത്തെ കൃഷിക്ക് പറ്റത്തില്ല ഈ ഉപ്പ് വെള്ളം. ചെടിയെല്ലാം കരിഞ്ഞു പോകും, നെല്ല് നല്ല വിളവൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. ഇപ്പം ഓരായി, ഞങ്ങളവിടെ എല്ലാം ഓരായി. ഇനിയിപ്പം കൃഷിക്കാരുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റും. നമ്മളിപ്പം കരുമാടിയായി കേട്ടോ, കരുമാടി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വല വെച്ചിട്ടേ നമ്മളോട് വല വെക്കണ്ടെന്ന് പറഞ്ഞു കേട്ടാ. ഇത് അവിടെ വല വെച്ചു. നമ്മൾ ഈ ചവറിനാണ് വല വെക്കുന്നത് കേട്ടോ. ഈ ചവറിൽ അങ്ങ് വരുന്നുണ്ട്, ഇല്ലിയുടെ അപ്പുറം വരുന്നുണ്ട്. അപ്പം വല കുത്താനായിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നമ്മളെ വല കറക്കി കേട്ടോ. എൻ്റെ ഇവിടെ ഇപ്പം കുത്താൻ പോകും. അപ്പോൾ അവർ 2 പേരും അവിടുന്ന് കുത്തി വരുന്നുണ്ട്. അത് ഉടക്ക് വിട്ടാലേ ആ ലൂത്ത് വല വലിക്കാൻ പറ്റത്തുള്ളൂ. വിട്ടാടാ. നമ്മളിപ്പം ഈ കരവും പണിത് കേട്ടോ. നമ്മൾ അവിടെ ആയിരുന്നു വല കൊടുത്ത, അവിടെ നിന്ന് നമ്മൾ പണിത് നമ്മളിത് ഇപ്പം പണിത് എൻ്റെ അവിടെ ഒരു മരമുണ്ട്. ആ മരമൊക്കെ വെട്ടാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ഞാൻ വള്ളം എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മളിപ്പം പണിത് കേട്ടോ. ഇനിയൊരു ശകലമേ ഉള്ളൂ നമ്മൾ പണിയാൻ. നമ്മൾ ഉള്ളുമ്പലയിലെ പോള കംപ്ലീറ്റ് മാറ്റി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളുമ്പലയിലെ ചവറും കൂടെ കളഞ്ഞു ഇപ്പോൾ ഇവിടെ തട്ടു. എന്നാ ശങ്കർ ബ്രോ, എന്നാ എന്നാ ശങ്കര, മീനാണ്? അത് എന്തുവാ? മഞ്ഞക്കൂരിയാന്ന് തോന്നുന്നു. അതിന് വരുന്ന തലയൊന്ന് പയ്യ
പയ്യെ നോക്കിയെടുക്കണം. മഞ്ഞക്കൂരിയാണ് കേട്ടാ. എൻ്റെ കൈ കയറത്തില്ല. ഏതാ ഈ കൈ കറങ്ങി കിടക്കുന്ന അവിടെയാണ്. കണ്ടില്ലേ? ആ ഇങ്ങനെ ഇങ്ങോട്ട് തെക്കോട്ടായിരിക്കുന്നു. മഞ്ഞക്കൂരി എന്നാണോ ചാടി വീണ്? ചാടി വീണ് എന്നാ ചാടി വീണ്? തേള ശങ്കര മഞ്ഞക്കുരി ഒരെണ്ണം പിടിച്ച് നിക്കറിൻ്റെ അകത്തൊരു കരിമീൻ ഓടിക്കറി. അപ്പം കൂടിയാണ് കേട്ടെ. ഇത് കണ്ട നിക്കറിൻ്റെ അകത്ത് കരിമീൻ വളർത്തി ആറ്റാൻ പറ്റില്ല. അപ്പം നിക്കറിനകത്ത് ഓടിക്കുക. എന്ത് പറയാനാണ്? അതിൻ്റെ അകത്ത് ഇനി ഒരു മഞ്ഞക്കൂരി ഇങ്ങനെ ഇരിപ്പുണ്ട്. വലുതാണ്. വല കയറ്റി വെക്കാം. ഇവനെ ഒന്ന് നോക്കട്ടെ. എന്നാ ഇപ്പം ചാടി വീണിപ്പം കരിമീൻ? ഓ വലുതായിരുന്നല്ലോ. എവിടെ മുറിഞ്ഞപ്പം തൊലി പോയതാണോ കീറിയുന്ന? ആണെന്നട ഒറ്റ ഇടിച്ചാണ് കുറ്റിക്ക്. ആ മഞ്ഞക്കൂരിനെ ചുമന്നപ്പ ഇപ്പം 3-4 രണ്ടേലുണ്ട് മഞ്ഞക്കൂരി. അതിനകത്തിരുന്നു ചാടി വീണ സമയത്ത് തന്നെ വേറെ സൂക്ഷിക്കണം. അത് പുറപ്പെടുത്തുന്നുണ്ട്. അപ്പം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരും. അപ്പം നമ്മൾ ഈ സെൻറ്റർ നമ്മൾ വേണം മുന്നോട്ട് കയറ്റി അടുപ്പിക്കാനായിട്ട് കേട്ടാ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ മണ്ണിക്കട നിരക്കാണ് കൊണ്ടുവരുന്നത്. വല ഇപ്പം കാലക്കട പയ്യെ നിരക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ മേളൊന്ന് വലിച്ചടിപ്പിച്ചിട്ട് ഇടിക്കുമോ? ആ വളച്ചാട്ടി ബഹളം എവിടെ പോകും? അവിടെ അപ്പുറം തപ്പി അങ്ങോട്ട് നീങ്ങില്ല. അപ്പുറം തപ്പി ഇവിടോട്ട് ഞാൻ കയറ്റി. മറ്റേ നീ പറഞ്ഞ ചെറുമീൻ കണ്ടോ? ഇത്രയും തപ്പാങ്ങിയില്ലേ ഇവിടോട്ട് കയറ്റി. ആ അത്രയും തപ്പി. അവിടെ കുറെ ചുരുക്കുണ്ട് കേട്ടോ. കണ്ടാടാ ശങ്കർ പോവല്ലോ വല്ലതും കണ്ടാ? കണ്ടില്ലേ? റെഡിയായോ? പൊക്കിക്കോപ്പ. വെള്ളം എടുക്കട്ടപ്പ. അതാ നല്ലത്. വെളിയിൽ കയറി ആ കലം പൊടിഞ്ഞോണ്ട് മാത്രം. കളിക്കണ്ട കൊമ്പാശി പോയാണോ അത്? അയ്യോടാ അപ്പം മനസ്സിൽ വിചാരിച്ചായിരുന്നു. അവൻ പിടിച്ചു പോയില്ല. അവിടെ പിടിച്ചു പോയില്ല. അടുത്തത് ഇവനൊന്നും ഒരു പണിയില്ല. ആ ചൊട്ടച്ചാൻ അവൻ ചാടുക. ഒരു ചൊട്ടച്ചാൻ ചാത്തി കിടന്നു. ചൂടി
അപ്പുറത്തെ മുറിക്ക് വിട്ടു തൂളി. തൂളിനെ അപ്പുറത്തെ മുറിക്ക് വിട്ടിരിക്കുക കേട്ടാ. ചാത്തി നമ്മളെ മറ്റേ വലക്കാത്തിടണം കേട്ടോ. തൂളി ആറ്റിയമ്പല്ലി പടപ്പ് അപ്പുറത്തോട്ടും പറ്റുന്നു. ചാത്തിയാണല്ലോ ഇതെല്ലാം. 2-3 ഉള്ളത്. ആ മറ്റേ മീൻ മാറിപ്പോക്കളഞ്ഞപ്പം മീൻ മാറിക്കളഞ്ഞു. എടാ മറ്റേ കൊല്ലി എടുക്കടാ. പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയില്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞ അത് അതേ കണക്ക് തന്നെ നടക്കും. നേരത്തെ വെറുതെ ഒരു വർത്തമാനം എല്ലാം ഇട്ടേക്കട്ടെ. എല്ലാം കിട്ടും. മഞ്ഞക്കൂരി ഇടണ്ട. മഞ്ഞപ്പൊരി അല്ലേ അല്ലാതെ മഞ്ഞക്കൂരി അങ്ങനൊക്കെ ചെയ്യും. പോരട്ടെ മതിയാപ്പാ. അപ്പോൾ മൂക്കട്ടപ്പഴം വേണം. ഈ പഴം നമ്മൾ കഴിക്കുന്ന കേട്ടോ. അയ്യോ ഒന്നും എത്രണ്ണം വേണം? 2 മഞ്ഞപ്പൊരി ശങ്കര ഇവിടെ ഇതപ്പൻ്റെ അല്ലേ സ്വർണ്ണ എനിക്ക് എങ്ങനെയുണ്ട്? ഇത് നമ്മൾ പറയുന്ന മൂക്കട്ടപ്പഴം. മൂക്കട്ടപ്പഴം എന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞിലെ സ്കൂളിൽ പിടിക്കുമ്പോൾ കഴിക്കുമായിരുന്നു. പിന്നെ അപ്പനെ പിന്നെ ഇതാക്കണത് ഏത് കാടിൻ്റെ അകത്ത് കയറിയാലും ഇത് തൊപ്പി കിടക്കും. ഇവിടെ ഒരു മഞ്ഞപ്പൂരി ഉണ്ടപ്പോ എടുത്തോ. ഇതാണ് ആ സാധനം കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ട ഇതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ മൂക്കട്ടപ്പഴം എന്ന് പറയാനുള്ള കാര്യം കേട്ടോ. ഇതല്ല നല്ല ടേസ്റ്റാകട്ടെ. സടകരുണ്ടപ്പോൾ വരത്തില്ല. ലാസ്റ്റ് പോർഷൻ കേട്ടോ. അപ്പോൾ തീർത്തിടിക്കുവാണേ. നമ്മളൊരു മലയുടെ മൂലയൊക്കെ പൊങ്ങുന്നുണ്ട്. കാല് കേട്ട് പൊങ്ങും. തൂളി എവിടെയപ്പാ ചേറുമീൻ? അപ്പനെ നടുപിടിച്ച് പൊടിച്ച ഇവിടെ കിടക്കുന്നു. ഒരു പടപ്പ് മയങ്ങി. എന്താ ഓട്ട് വെക്കാം? ആ ആ എടുത്തോ എടുത്തോ ശങ്കർ. രണ്ട് ചേർമീൻ.
മറ്റേ കൊല്ലിയെടു. 2-3 കയറുമീൻ. 2 കയറുമീൻ നല്ല കേട്ടോ. 2 കയറുമീൻ കുഴപ്പമില്ല. വാളക്കാക്കി മഞ്ഞപ്പൂരുടെ കലമൊന്നും മാറ്റി വെച്ചല്ലോ. കിഴക്ക സൈഡ് കയറാ. അപ്പോൾ അപ്പനും കൂടെ അത് തപ്പാതെ വെട്ടിത്തലയും കൂരി തട്ടിത്തലയും കൂരി കേട്ടോ. ഇനി ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസം ഈ കൂരിയുടെ ഇതായിരിക്കും. നമ്മുടെ വലക്കൊന്നും കിട്ടത്തില്ല, കൂടുകാർക്ക് കിട്ടും. കൂലി കാണുമ്പോൾ തന്നെ അച്ചായന് അതെ 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 അതെ. അത് മയങ്ങിയപ്പോ തൂളി ഇവിടെ നല്ലത് ചാത്തി. വേറെ ഒരു പടപ്പ് അതൊക്കെ തന്നെ ഇടാനോ. വട്ടാനാണ് അതോ വരാക്കല്ല വരാക്കുന്നു. ചേപ്പ കൊഞ്ച് മഞ്ഞപ്പൊടി കിടക്കുന്നു. ഈ സമയത്തൊക്കെ നമുക്ക് ഈ കൊഞ്ച് ആദ്യത്തെ പിടിച്ചു വേണ്ടോ. ഈ സമയത്തൊക്കെ നമുക്ക് ഈ കൊഞ്ച് കിട്ടത്തില്ല കേട്ടോ. പക്ഷെ അവൻ നമ്പർക്ക് വലക്കത്തില്ല. മഞ്ഞ ഉള്ളു ചത്ത് മീൻ ഇതാ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലപ്പുറത്തൊരു ചെറിയ പാങ്ങുണ്ട്, നമ്മളപ്പോൾ അതിനും കൂടി വെക്കാനായിട്ട് പോകും. അപ്പം നമ്മൾ സാധാരണ ഒരു വലയെ വെക്കത്തുള്ളൂ. ഒരു വല അപ്പം തന്നെ സമയമാവും. പിന്നെ നമ്മൾ ഇപ്പം മീൻ വളരെ കുറവായതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വലയും കൂടെ വെക്കാൻ പോകണം. അപ്പം നമ്മുടെ പണിയെല്ലാം വളരെ മോശം ഇനിയിപ്പം 2 മാസത്തേക്ക് പണി ഇതേ കണക്കായിരിക്കും. മീൻ വളരെ കുറവാണ്. നമ്മൾ പണിയാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ പണിയും, പക്ഷെ മീൻ വളരെ കുറവായിരിക്കും. അത് എല്ലാ വർഷമുള്ള ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് ആ ഒരു ജൂൺ ജൂലൈ ആ വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് പണി കുറവായിരിക്കും. പിന്നെ ഈ ഫെബ്രുവരി മാസമായിരിക്കും പണി കുറവ്. ഇതെല്ലാ വർഷവും ഉള്ളൊരു ഇതാണ്. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് പോകുമായിരുന്നു. അവിടെ ഒരു ചെറിയൊരു പാങ്ങുണ്ട് ചെറുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് നമുക്ക് ശകലം കൂടുതൽ മീൻ കിട്ടിയതാണ്. ആ വീഡിയോ ഒന്ന് ഞാനൊരു ജസ്റ്റ് നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ ആ വീഡിയോ ഒരു ശകലം കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടി ആ ചവറിൽ ചെല്ലും. ചെറുതാണ്. നമ്മളെ വലയെല്ലാം ചേർത്ത് കുത്തി. അപ്പം 300 മാള ചാടുന്നുണ്ട്, കൊമ്പൻ ചാടുന്നുണ്ട്. അപ്പുറം നമ്മളെ പൊന്നപ്പാടിനൊക്കെ നിരീക്ഷണമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. മലപ്പുറം ഒരെണ്ണം കയ്യെ കിട്ടി. പക്ഷെ
കല്ലിരിപ്പൊന്ന് വന്ന പോലെ പിന്നെ ഒന്ന് പിടിച്ച് ഒന്ന് ഒറ്റ അള്ളയാണ് ഈ പെറുക്കുന്നത്. ഈ അള്ളക്കാതെ കൂരി ഇരിപ്പുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സമയം എടുക്കും രണ്ട് കൂരിനെ പിടിച്ചു വരുമ്പോൾ തന്നെ. കൂരി കിട്ടുവാണെങ്കിൽ ഇതേ കണക്കത്തെ കിട്ടണം അല്ലേ പ്രാവശ്യം? വേണ ഇതേ കണക്കത്തെ കൂരി കിട്ടണം. ആ ആളെ കാണുന്ന ഇങ്ങോട്ടൊന്ന് ചാമ്പിയാക്കണം. നമ്മളെ പ്രകാശനം സഹായിക്കാനുണ്ട് കേട്ടാ. ചേട്ടക്കാർ കഴിഞ്ഞ മഞ്ഞക്കൂരി ഉടക്കി കിടക്കുന്നുണ്ട്. അത് പിടിച്ചു വെച്ചേ നമുക്ക് പിടിച്ചേ ഊരിക്കോട്ടെ. നമുക്ക് പ്രസ് ചെയ്ത് പിടി. പ്രസ് ചെയ്ത് പിടിക്ക്. അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കുടിക്കോ. അതേ ഉള്ളു ഒറ്റ കാര്യം അറിയാവോ. ഒടിഞ്ഞില്ല. അതല്ലേ പറഞ്ഞ ഇടുക്കലുണ്ട് ഇത് കണക്ക്. അങ്ങോട്ട് നമുക്ക് പിടിക്കുക. നമ്മളെ തൊടയിൽ അടിച്ചു കയറിയ ഊരിയ ഒരു രണ്ട് ഊരിയെന്ന് പറയാൻ അങ്ങനെ ഊരാവില്ല. അകത്തോട്ട് കയറ്റണേ കൊണ്ട് നമുക്ക് പിടിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല അതിന്റെ ഇത് ഒടിഞ്ഞു പോയില്ല. ചൂണ്ട കയറിയാലേ അങ്ങനെ തുറന്നു പോകും. ആ പിടിച്ചോ. വല മൂടിയാ കിടക്കുന്നത്. അങ്ങനെ പോകുന്ന സാധനമല്ല. നിങ്ങൾക്ക് പോകണമെന്നുള്ള ഇന്ത്യയാ. ആര് പറഞ്ഞു? പിന്നെ വാരുന്ന അങ്ങനെ തുറന്നു പിടിക്കാൻ വാരുവോ? അല്ലേ നല്ലതാണ്. അല്ല രണ്ടുകൂടെ പിടിച്ചോണം അടി പോകുന്നു. എന്താ ഇപ്പം എടുക്കട്ടെ? അപ്പം നമ്മളെ കൊമ്പനടിച്ച് മറിച്ചിട്ടുണ്ട് കേട്ടാ. വെള്ളാമേറുണ്ട് കേട്ടാ. കൊമ്പന്മാരുണ്ട്. കൊല്ലിയിടോ വാളെല്ലാം പെറുക്കി കൊല്ലി. റിപ്പോർട്ട് ചെയ്താണോ? നമ്മളെ മീൻ അവിടെ കിട്ടിയിട്ട് കേട്ടോ. കൊലപ്പാണോ? വള്ളം കിട്ടിയില്ല. ആ ശങ്കരേ വലിച്ച് അടിയാ വെച്ച് നമ്മുടെ ഇതിനകത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ. ഇതിനകം നമ്മൾ തപ്പി. ഇതിപ്പം നമ്മൾ തപ്പി നമ്മൾ അങ്ങോട്ട് വല വെച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പം ആ ചാടനേ ഉള്ളു വെട്ടി ഒന്ന് തപ്പാനായിട്ട്. കല്യാണ അപ്പു മരത്തിന്റെ മേളിൽ കയറി നിൽക്കുവോ കേട്ടോ. ആ ഒരാള് പുലിയാന്നാ പൊന്നപ്പാണ്ണം പറയുന്ന കേട്ടോ. എന്താ മുഖത്തിടിക്കല്ലടാ. അന്ന് പിടിച്ചപ്പോൾ വലിയ വാളയായിരുന്നു അല്ലേ ചേച്ചി?
ഒരെണ്ണം ഇവിടെ ചാടി വീണില്ലായിരുന്നു. വലിഞ്ഞാലും ഇളക്കി വിടാവല്ലേ. അവിടെ വല ലൂസുണ്ടേ. ഒന്ന് ഇളക്കിയ ശങ്കര. ഇവിടെ ഇടയ്ക്കൊന്നും മൂടിയിട ഇവിടെ കേട്ടാണ്. പക്ഷെ അതിനെക്കാട്ടും മുന്നേ ചുരുക്കുണ്ട് ശങ്കര. ആ ചുരുക്കൊന്ന് വലിച്ചൊന്ന് മുറുക്കിക്ക്. ഇതാ ആ ചുരുക്ക് വലിച്ചു മുറുക്കിക്കടാ. ചുരുക്ക് ഇതാ അതിൻ്റെ അങ്ങോട്ടും ചുരുക്കുണ്ട്. ആ ചുരുക്കൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തേ. ചുരുക്ക് ഇഷ്ടം പോലെ ഉണ്ടോ അവിടെ? മറിച്ച് പൊങ്ങിങ്ങോട്ട് വലിച്ചു വിടാം. ഇവിടെ ഞാൻ കുറുവ കുഞ്ഞല്ലടാ. നീല അങ്ങോട്ട് നീങ്ങിന്ന് അപ്പാ എന്താ പൊക്കി എടുത്തു. കൊമ്പൻ ചാടി കിടക്കുന്ന കിടപ്പ് കണ്ട. കൊമ്പാച്ചി ചാടി നമ്മളെ വെള്ളം പുറത്ത് ചാമം കയറി പോയിട്ട് ഞങ്ങൾ 2 കാലം പോയി. 2 കാലവും ഒരു കുത്തുവല അരുവ ഇതെല്ലാം എടുത്തോണ്ട് പോയി. അവിടെ ഉള്ള ആരാണോ ഫസ്റ്റ് മുറി. 2ാമത്തെ വലയും ഫസ്റ്റ് മുറിയും. ചാടി എന്താ ഇനി ഒരു മുറികളുണ്ടല്ലോ.
അതൊക്കെ വെച്ചിട്ട് അവിടെ കെട്ടിയാൽ മതി. ആദ്യം വെച്ച വിലയാണ് കെട്ടി നേട്ടം ഉണ്ടെന്ന് അല്ലേ അപ്പം? പിന്നെ ആദ്യം ചാത്തിയല്ലേ, ചാത്തിയും 2 കിലോ തോന്നുന്നു. അത് കുറുവ നൂറ്റുണ്ട്. പിന്നെ വേറെ ഉണ്ട്. ആദ്യം വെച്ചതിന് ചേർമീനുണ്ടായിരുന്നു. ഇതിൽ ചേർമീനൊന്നും വന്നിട്ടില്ല. ചേർമീൻ പ്ലാസ്റ്റിൻ്റെ അടിയിൽ പോയാ വള്ളത്തിൻ്റെ വെച്ചല്ല. ലാസ്റ്റ് മുറിയാണ്. മൂല നല്ലൊരു കൊമ്പനുണ്ടായിരുന്നല്ലോ. എന്താ ശങ്കർ ബ്രോ, പിടിക്കാം? മാറ്റല്ല നല്ല കൊമ്പൻ ചാടല്. ഒരു വലിയ കൊമ്പൻ കിടപ്പുണ്ട്, അവനെ നിർത്ത് കിട്ടും. അവൻ ഭയങ്കര നല്ല ആവണം ആണ് കൊമ്പൻ കേട്ടെ, വലിയ കൊമ്പൻ. ഇനി വല മാറ്റി കുഞ്ഞിക്കൊമ്പൻ കുഞ്ഞിക്കൊമ്പൻ. ഈ കൂളിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ചെല്ലുമ്പം കൂറ് നല്ല കിടുക്കം കൂറ് വേണ്ട. ഞാൻ വളർത്താൻ വേണ്ടി വെച്ചിരുന്നേ ടാങ്കിൽ. അവിടെ ചെല്ലുമ്പോൾ
ആശാ തെറി പറയണം. ഇവിടെ കോരി പോകാടാ വെള്ളം വിടാതെ. എനിക്ക് എടുത്തില്ല. ശങ്കരേ പവർ തീർന്നതാ. ശങ്കരേ നമുക്ക് ഫസ്റ്റ് വരയ്ക്ക് കിട്ടിയ മീനാണ്. ഇപ്പൊ കഴിക്കൊള്ളും തിരിച്ചു വെക്കണം. ആ വിട്ടേക്കോ. ഇതാ കറിക്ക് ആദ്യം ഇടാ കഴുക്കോ കൊടുക്കണം. കാരണം വിട്ടേക്കുവോ, ഞങ്ങൾ വിട്ടേക്കുവോ. ഞങ്ങളപ്പുറം ഒരു വല വെച്ചാൻ്റെ മീനത്. ആ ചേച്ചി പറഞ്ഞു വിട്ടേക്കുവോ എടാ. അപ്പോ ആ അതെ. അപ്പോൾ അവിടുന്ന് കശുമാവ് പറിച്ചായിരുന്നു. അപ്പം അപ്പാപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ 2 വല വെച്ച വീഡിയോ ആണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പനൊക്കെ അവിടെ നിന്ന് കശുമാവ് തിന്നുന്നുണ്ട് കേട്ടോ. ശങ്കർ പോയിക്ക് നല്ല പഴുത്ത കിട്ടി. അവനക്കത്ര വിളവില്ലേ. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കവർപ്പുണ്ട് പച്ചയായതുകൊണ്ട്. തേൻ കയറുന്ന അതായിരിക്കും.